ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡുകൾ വന്ന സമയം മുതൽ അവിടെയുള്ള ഗെയിം തന്നെ മാറിയിരിക്കുന്നു. പുറത്തു നിന്ന് കളി കണ്ടുവന്ന വൈൽഡ് കാർഡുകൾക്കും വീട്ടിലുള്ളവർക്കും വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട്. അത് ജാസ്മിനും ഗബ്രിയുമാണ്. ജാസ്മിനെയും ഗബ്രിയെയും ചൊറിയാൻ പോയാൽ അവർക്കെതിരെ കളിച്ചാൽ പ്രേക്ഷക പിന്തുണ ലഭിക്കും എന്ന് വൈൽഡ് കാർഡുകൾ വീട്ടുകാർക്ക് സൂചനയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടുകാരും വൈൽഡ് കാർഡുകളും എല്ലാവരുടെയും ടാർഗറ്റ് ജാസ്മിൻ ഗബ്രിയാണ്. അത് ജാസ്മിനും ഗബ്രിക്കും വ്യക്തമായി അറിയുന്നും ഉണ്ട്. ഗബ്രി ജാസ്മിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, പുറത്ത് നമുക്കെതിരെ വൻ ജനരോഷമാണുള്ളത്, പ്രേക്ഷകരെല്ലാം നമുക്കെതിരാണ്, നമ്മൾ നെഗറ്റീവായാണ് പുറത്തേക്ക് എയർ ആയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടി നമുക്ക് നേരെ വരുന്നത്. പക്ഷെ ആരും തന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നില്ലല്ലോ. ഇന്നലെ രാവിലെ മുതൽ എല്ലാവരും ജാസ്മിനും ഗബ്രിക്കും എതിരെ നിന്നുകൊണ്ട് കളിക്കുകയാണ്. രാവിലെ ജിൻഡോ ജാസ്മിനെ കാലിൽ വാരി നിലത്തടിക്കും എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. അതിനെ ചൊല്ലി കോടതി കൂടി ശിക്ഷ വിധിക്കാമെന്നുള്ള തീരുമാനവും വന്നു. രാവിലെ പറഞ്ഞു ഉച്ചയ്ക്ക് വിളിക്കാമെന്ന്, ഉച്ചയ്ക്ക് പറയുന്നു വൈകുന്നേരം വിളിക്കാമെന്ന്. അങ്ങനെ പാതിരാത്രിയായിട്ടും ആ ഒരു കേസ് വിളിച്ചില്ല. അങ്ങനെ ജാസ്മിൻ സിബിന്റെ പുറകെ നടന്ന് കേസ് എടുക്കാനായി പറയുന്നുണ്ട്. സിബിനുണ്ട് ഇത് കേൾക്കുന്നു. ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് നടക്കുകയാണ് സിബിൻ. അങ്ങനെ ആ സമയം നമ്മുടെ ജാസ്മിൻ പറയുകയാണ്, ഇത് ജാസ്മിൻ ആയതുകൊണ്ടാണ് ഈ അനീതി ചെയ്യുന്നത്, മറ്റാരെങ്കിലുമാണ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എത്ര വേഗം ചെയ്തു കൊടുക്കുമായിരുന്നു, എത്ര വേഗം ആ കേസ് പരിഗണിക്കുമായിരുന്നു. ഇത് ജാസ്മിൻ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള അനീതികൾ ചെയ്യുന്നത്, എനിക്കെതിരെ ഇങ്ങനെയുള്ള ഗെയിമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കെതിരെ പുറത്ത് വ്യാപക നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നത്, ഗെയിം കളിക്കുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജാസ്മിൻ സിബിനെ ചൊറിയാൻ പോയപ്പോൾ സിബിൻ നേരെ ജാസ്മിനെ മാന്തുകയാണ് ചെയ്തത്. അതായത് എത്രത്തോളം ജാസ്മിനെ അപമാനിക്കത്തക്ക രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ അതിന്റെ പീക്ക് ലെവൽ. ഒരുപക്ഷെ ജാസ്മിൻ നിന്ന നിൽപ്പിൽ തന്നെ നിലം പതിച്ചു പോകണം എന്ന് വരെ, അല്ലെങ്കിൽ അത്തരത്തിൽ വരെ ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ടാവും. അത്രത്തോളം അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് സിബിൻ നല്ല രീതിക്ക് കട്ടയ്ക്ക് ജാസ്മിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ജാസ്മിൻ ചുമ്മാ ഒന്ന് സിബിനെ അങ്ങ് ചൊറിഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ സിബിൻ നല്ല രീതിയിൽ തന്നെ ജാസ്മിനിട്ട് നല്ല കൊട്ടു തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത്രമാത്രം വലിയൊരു അവഹേളനവും അപമാനവും ഒരുപക്ഷെ ഇനി ജാസ്മിന് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം തന്നെ സിബിൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളൊരു ചൊല്ലുണ്ട് അല്ലെ മലയാളത്തിൽ. അതുപോലെ തന്നെ ജാസ്മിൻ ഇത്രയും നാൾ ബിഗ് ബോസ് വീട്ടിനകത്ത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്, ആർക്കൊക്കെ എതിരെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, എന്തൊക്കെ ചെയ്തിരിക്കുന്നു, അതിന്റെ എല്ലാം നേർ വിപരീതമായി കർമ്മ എന്ന് പറയുന്നത് ജാസ്മിനെതിരെ തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് താൻ ചെയ്തതിനെല്ലാം പങ്കും പലിശയും എല്ലാം ചേർത്തുകൊണ്ടാണ് ജാസ്മിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.